അപ്പൊ മൂങ്ങ അങ്കിൾ അദ്ദേഹം ഉണ്ടാക്കിയ ചിറകുകൾ ചീൻകുരുവിയുടെ ചിറകുകൾക്കൊപ്പം ഒട്ടിച്ചു കൊടുത്തു. ഇതാ ജോലി തീർന്നു. ഇപ്പോൾ നീ റേസിൽ വിജയിക്കാൻ പോകുന്നു. എല്ലാവരെയും നീ നിന്റെ കഴിവുകൾ കാണിക്ക്. പോയി വിജയിച്ച് ഈ മൂങ്ങ അങ്കിളിനെ അഭിമാനം കൊള്ളിക്ക്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി മൂങ്ങ അങ്കിൾ. ഞാൻ തീർച്ചയായും നിങ്ങളുടെ മാനം രക്ഷിക്കും. ഞാൻ തീർച്ചയായും നിങ്ങൾ പറഞ്ഞ പോലെ ജയിച്ചു കാണിക്കും. നീ ഉറപ്പായും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ പോയി ആ ആകാശത്തിൽ ഒന്ന് ചുറ്റി വളഞ്ഞു വാ. അടുത്ത ദിവസം റേസ് സ്റ്റാർട്ടായി. എല്ലാ പറവകളും അവിടെ എത്തിയിരുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ സംസാരിച്ചു. ചീൻകുരുവി വന്നതേയില്ല. എനിക്ക് തോന്നുന്നു അതിന് മനസ്സിലായി കാണും അതിനെ കൊണ്ട് പറക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അത് റേസിന് പങ്കെടുക്കാത്തത്. അവരെല്ലാവരും അങ്ങനെ സംസാരിക്കുമ്പോൾ ചീൻകുരുവി വലിയ വലിയ ചിറകോടെ പറന്ന് അവിടെ വന്ന് ഇരുന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അത് കഴിഞ്ഞ് ചീൻകുരുവി തന്റെ വലിയ ചിറകുകൾ കൊണ്ട് ഒരുപാട് ഉയരത്തിൽ പറന്നു. വേഗത്തിൽ പോയി വീണ്ടും അത് തിരിച്ചു വന്നു. അപ്പൊ അത് കണ്ട പറവകളെല്ലാം അവളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഉറപ്പായും ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുന്നവർ തോറ്റു പോവുകയേയില്ല. അത് ഈ ചീൻകുരുവി നമ്മളെ ഒരു പാഠമായി പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഈ കഥയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അപ്പൂപ്പ, ഞങ്ങൾ പഠിച്ചു. സത്യത്തിൽ ധൈര്യമായി എന്ത് ചെയ്താലും നമ്മൾ തോൽക്കുകയില്ല. നമ്മൾ ലക്ഷ്യബോധത്തോടെ എന്ത് ജോലിയും ചെയ്താലും ശരി, ദൈവം ഏതെങ്കിലും ഒരു വഴിയിൽ തീർച്ചയായും നമുക്ക് സഹായം ചെയ്യും. എങ്ങനെ ചീൻകുരുവിക്ക് മൂങ്ങ വന്ന് തന്റെ ചിറകുകൾ നൽകിയോ അങ്ങനെ.